വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് പഠിക്കുന്നവർക്ക് അത്യാവശ്യം വേണ്ട രണ്ട് കാര്യങ്ങളാണ്. IC ബൈനറി, ഹെക്സ് മുതലായ കാര്യങ്ങളെല്ലാം നന്നായി അറിയാവുന്നവർക്കും ഇനി അറിയില്ലെങ്കിൽ ഇതിനു മുൻപ് ഞാൻ പ്രസിദ്ധീകരിച്ച വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ പ്രധാനമായും പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് ADC, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ. അത് വളരെ എപ്പോഴും ആവശ്യമുള്ളൊരു സംഗതിയാണ്. രണ്ടാമത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് PWM. ഇത് രണ്ടും എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുക. ശരി, നമുക്ക് തുടങ്ങാം. ആദ്യം നോക്കുന്നത് ADCയെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു 5 വോൾട്ട് DC നമ്മളൊരു പൊട്ടൻഷ്യോമീറ്റർ അഥവാ പ്രീസെറ്റ് വെച്ച് പതുക്കെ തിരിക്കുകയാണെങ്കിൽ 0 മുതൽ 5 വോൾട്ട് വരെ നമുക്ക് വാരി ചെയ്യാം. വേരിയേഷൻ മീൻസ് 1 വോൾട്ട്, 2 വോൾട്ട്, 3 വോൾട്ട്, അങ്ങനെ 5 വോൾട്ട് വരെ. ഇങ്ങനെ വ്യത്യസ്തമായ വോൾട്ടേജ് ഇങ്ങനെ ഉയർന്നു വരുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ അനലോഗ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഈ ഓരോ സംഖ്യയ്ക്കും അനുപാതമായ ബൈനറീസ് 001, 002 എന്നാണ് വരുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അനലോഗ് വോൾട്ടേജ് കിട്ടുകയാണെങ്കിൽ അതിനെ ഡിജിറ്റലായി കൺവെർട്ട് ചെയ്യേണ്ട പല ആവശ്യങ്ങൾ വരാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ടെങ്കിലും ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. നിങ്ങളൊരു ബാറ്ററി ചാർജർ ഡിസൈൻ ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുക. ഒരു 24 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജർ. ബാറ്ററിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 അവസ്ഥകളാണ്. ഒന്ന്, ലോ വോൾട്ടേജ് കട്ട് ഓഫ്. ബാറ്ററി 10 വോൾട്ടിൽ താഴോട്ട് ഒരിക്കലും ചാർജ് കുറയാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു സംരക്ഷണം ബാറ്ററിക്ക് വേണം. അതുപോലെ 14.2 വോൾട്ട് ഹൈ വോൾട്ടേജ്, മാക്സിമം പരമാവധി 12 വോൾട്ട് ബാറ്ററിയിൽ നൽകാവുന്ന വോൾട്ടേജായ 14.2 വോൾട്ടിൽ കൂടാനും പാടില്ല. ഈ 2 അവസ്ഥകളിലും നമുക്ക് കട്ട് ഓഫ് വേണം. മീൻസ് അതിലേക്കുള്ള ചാർജർ കട്ടാവണം. അതിനെങ്ങനെയാണ് നമ്മൾ അതിനകത്ത് റീഡ് ചെയ്തെടുക്കുന്നത് ഈ തുല്യമായ വാല്യൂ? അനലോഗ് സംവിധാനത്തിലൂടെ നമ്മളെല്ലാം പ്രീസെറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും അത്ര ആക്യുറേറ്റ് ആവണമെന്നില്ല. അപ്പം ആ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു സംവിധാനമാണ് ADC. ഇവിടെ ബാറ്ററിയിൽ നിന്നുള്ള വോൾട്ടേജിനെ നേരിട്ട് നമ്മൾ ഒരു റെസിസ്റ്റർ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നേരെ ഈ പിൻ ADC പിൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പിന്ന് സെലക്ട് ചെയ്ത് അതിലോട്ട് കൊടുക്കുന്നു. ഇപ്പം ഇവിടെ നമ്മൾ ഉദാഹരിക്കാൻ എടുത്തിരിക്കുന്നത് PIC 16F877A എന്ന IC ആണ്. അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പിന്ന് RA0 എന്ന് കാണുന്ന സ്ഥലത്ത് AN0, അനലോഗ് 0, ചാനൽ 0 എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ മൂന്നാമത്തെ പിന്ന് AN1, ചാനൽ 1. പിന്നെ വരുന്നത് മൂന്നാമത്തെ പിൻ മീൻസ് 5ാമത്തെ പിന്നിൽ AN3, പിൻ നമ്പർ 5 AN3, അനലോഗ് 3, തേർഡ് ചാനൽ. പിന്നെ 6ാമത്തെ പിന്ന് വരുന്നു RA4, 4th ചാനൽ. RA5, 7ാമത്തെ പിൻ. ഇങ്ങനെ 5 ADC ഇതിനകത്തുണ്ട്. അത് നമുക്ക് 5 വേണമെങ്കിൽ 5 ഉപയോഗിക്കാം, 1 മതിയെങ്കിൽ 1 ഉപയോഗിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ബാറ്ററിയിൽ നിന്നുള്ള വോൾട്ടേജ് റെസിസ്റ്റർ നെറ്റ്വർക്ക് വഴി നമ്മൾ ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായും ആ 14 വോൾട്ട് വരുന്ന സമയത്ത് 5 വോൾട്ടും 10 വോൾട്ട് വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 0 വോൾട്ടേജും വരത്തക്ക രീതിയിലുള്ളൊരു ക്രമീകരണമായിരിക്കണം നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? ഒന്നിന് പകരം ഞാൻ പറഞ്ഞതുപോലെ ബൈനറി. ആ ബൈനറി വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായി തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് റിലേ, ഇപ്പം ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിലേ മിക്കവാറും ചാർജർ ഒരു റിലേ വഴിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ റിലേയെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സ്വിച്ചിങ് ആയി ഉപയോഗിക്കാൻ വേണ്ടി ADC എന്ന ഭാഗം ഉപയോഗിക്കാൻ കഴിയും. ഈ ADC എന്ന അവസ്ഥയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് PWM എന്ന അവസ്ഥ. PWM നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. നമ്മുടെ പ്യുവർ സൈൻ വേവ്, ഫുൾ വേവ് സൈൻ വേവ് ഇൻവെർട്ടറുകളെല്ലാം PWM ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു PWM നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ അനലോഗ് വോൾട്ടേജ് കൊടുത്തപ്പോഴാണ് ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടിയത്, ബൈനറി ഔട്ട്. അതുപോലെ നമ്മൾ കുറച്ച് വ്യത്യസ്ത ബൈനറി സംഖ്യകൾ ഇൻപുട്ടിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് അതിനെ ഒരു പ്രത്യേക രീതിയിൽ പുറത്തേക്ക് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിന് അനലോഗ് വോൾട്ടായി തരുന്ന പിന്നുകളാണ് ഈ ICയിൽ കൊടുത്തിരിക്കുന്ന 17ാമത്തെ പിൻ CCP1, പിന്നെ അതുപോലെ തന്നെ CCP2 16ാമത്തെ പിൻ. ഈ 2 പിന്നാണ് ഈ ICക്കുള്ളത് PWM ഔട്ട് തരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എത്ര PWM പിന്നുകൾ വേണോ
അതുപോലെ എത്ര ADC പിന്നുകൾ വേണോ, ഇതൊക്കെ നോക്കിക്കൊണ്ട് വേണം IC തിരഞ്ഞെടുക്കാൻ. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായെന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു വൈറ്റ് പേപ്പർ നിങ്ങൾ എടുക്കണം. അതിനകത്ത് ഈ കാണുന്നത് മുഴുവൻ 10-20 ലൈൻസ് എഴുതി വെക്കണം. എഴുതി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോയുടെ ആ ഭാഗം വരുമ്പോൾ പേപ്പറിലൊന്ന് റെഫർ ചെയ്യാനും, നിങ്ങൾ ഇനി സ്വന്തമായി ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നോക്കി ടൈപ്പ് ചെയ്യാനും ഏറ്റവും നല്ലത് എഴുതുന്നതാണ്. തുടക്കക്കാർക്ക് അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ നേരിട്ട് ഇതിൽ നോക്കി ഇരുന്നുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായും ഒരു ചെറിയ ആകെ 20 ലൈൻസ് അല്ലേ ഉള്ളൂ, ഒന്ന് ഒരു പേന കൊണ്ട് ഒരു ചിഹ്നം പോലും വിട്ടുപോകാതെ എഴുതി വെക്കുക. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കുക. ആദ്യ ഭാഗത്ത് ഞാൻ ഒരു 20 വരികളും അഥവാ 25 വരികളും ഓരോ വരികളുടെയും ഒരു ഐഡിയ, എന്താണ് എഴുതിയതിൻ്റെ ഒരു അർത്ഥം, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നീട് അത് കമ്പൈലർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്പൈൽ ചെയ്ത് ഹെക്സ് ആക്കുന്നതിൻ്റെ ഭാഗം കാണിച്ചു തരുന്നതാണ്. അതിനുശേഷം ആ ഹെക്സ് ഉപയോഗിച്ചുകൊണ്ട് ഹാർഡ്വെയർ വയറിംഗ് ചെയ്യാതെ പ്രോട്യൂസ് എന്ന സിമുലേറ്ററിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് ADC, നമുക്ക് എങ്ങനെയാണ് ADC ഔട്ട്പുട്ടിലേക്ക് വരുന്നത്, അതൊരു LC ഡിസ്പ്ലേയിലേക്ക് അക്കം വരത്തക്ക രീതിയിൽ ADC റീഡിംഗ്, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന അനലോഗിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്താണോ സംഖ്യ അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പ്രോട്യൂസിൽ അതിൻ്റെ സിമുലേഷനും കാണിച്ചു തരുന്നുണ്ട്. ഇതേ സർക്യൂട്ട് ഇപ്രകാരം നിങ്ങൾ ഹാർഡ്വെയറിൽ ചെയ്താലും വർക്ക് ചെയ്യും. നമ്മൾ സിമുലേറ്ററിൽ ടെസ്റ്റ് ചെയ്ത എല്ലാ പ്രോജക്റ്റും ഹാർഡ്വെയറിൽ പരിശോധിക്കുമ്പോൾ ഒരിക്കലും തെറ്റ് വരാറില്ല, അത് അതുപോലെ വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് കാര്യങ്ങളിലേക്ക് പോവാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ വരി നോക്കാം. ഇടതേ വശത്ത് 1, 2, 3, 4 ഇങ്ങനെ നമ്പർ ചെയ്തിരിക്കുന്നു. നമ്പറിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും. കാര്യം നമ്മളൊരു എൻ്റർ അടിച്ച ഒരു സ്പേസ് വന്നാലോ അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റ് താഴോട്ടോ വന്നാലോ ചിലപ്പോൾ ഒരു വരി അങ്ങോട്ട് അധികം 2-3 വരി കൂടുതൽ കാണിക്കാം. അപ്പോൾ എണ്ണത്തിൽ വലിയ കാര്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ആ നമ്പർ ഇതിൻ്റെ ഒരു ഭാഗമല്ല, അതിനകത്തേക്ക് വരുന്നില്ല. നമ്മൾ സോഫ്റ്റ്വെയറിൽ നമ്പർ കാണിക്കുന്നല്ലാതെ ആ ഹാഷ് ഫുൾ സ്റ്റോപ്പിന് ശേഷം ഹാഷിന് ശേഷമുള്ള ഭാഗം മാത്രമാണ് എപ്പോഴും കമ്പൈലർ എടുക്കുന്നത്. ഒന്നാമത്തെ വരി നോക്കൂ. കഴിഞ്ഞ അദ്ദേഹത്തിൽ പറഞ്ഞ പോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് 16F877.h എന്ന് വെച്ചാൽ ഈ കമ്പൈലർ, നമ്മളിപ്പോൾ CCS കമ്പൈലർ എഴുതുന്നുണ്ട്, ആ കമ്പൈലറിന് ഞാൻ ഏത് IC ആണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവണം. അപ്പോൾ അതിൻ്റെ പിൻ കണക്ഷനും അതിൻ്റെ RAM എല്ലാ ഡീറ്റെയിൽസും അതിന് കിട്ടും. അതിനുവേണ്ടി ഒന്നാമത്തെ ഒരു എഴുതി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തത് ഹാഷ് ഡിവൈസ് _ADC = 10. ADC ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ വരി നിർബന്ധമായിട്ട് എഴുതണം. അപ്പം ഞാൻ ADC പിന്നുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് ICക്ക് അറിയാൻ വേണ്ടി, അതിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അറിഞ്ഞു. =10 എന്ന് പറഞ്ഞാൽ ഞാൻ 10 ബിറ്റ് എടുക്കുന്നു. 10 ബിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1023 അല്ലെങ്കിൽ 1024 വരെ ഒരു വോൾട്ടേജിനെ, ആകെ 5 വോൾട്ടിനെ 0 to 5 നിങ്ങൾക്ക് 1023 0 മുതൽ 1024 വരെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. അത്രയും ഭാഗങ്ങളായി കിട്ടും. അത്രയ്ക്ക് ആവശ്യമില്ല, കുറച്ചേ ആവശ്യമുള്ളൂ. ചെറിയൊരു ഡിവിഷൻ മതിയെങ്കിൽ നിങ്ങൾ ADC =8 എന്ന് എടുത്താൽ മതി. 8 എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി കിട്ടുന്ന സംഖ്യ 256 256 വരെ കിട്ടും. 0 to 256. അപ്പോൾ ADC കിട്ടി. അടുത്തത് ഫ്യൂസസ്. പതിവ് പോലെ എന്താണ്, ക്രിസ്റ്റൽ എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ? ഈ ICയെ സംബന്ധിച്ച് നമുക്ക് ഇന്റേണൽ ക്രിസ്റ്റൽ ഇല്ല, അപ്പോൾ എക്സ്റ്റേണൽ തന്നെ വേണം. അപ്പോൾ അത് എക്സ്ട്രാ കൊടുക്കുന്നതുകൊണ്ട് അവിടെ ഹാഷ് ഫ്യൂസസ് XT. ബാക്കിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള കഴിഞ്ഞതിൽ പറഞ്ഞല്ലോ. നെക്സ്റ്റ് നാലാമത്തെ ലൈൻ ഹാഷ് യൂസ് ഡിലേ. എത്രയാണ് നമ്മൾ ക്ലോക്ക് ക്രിസ്റ്റലിൽ ഉപയോഗിക്കാൻ പോകുന്നത്? 8 MHz. 8 എഴുതിയതിന് ശേഷം 60 ചേർക്കുക. ദെൻ അടുത്ത അഞ്ചാമത്തെ വരി ഹാഷ് ഇൻക്ലൂഡ് ഫ്ലെക്സ് _LCD.c. ഈ പ്രോജക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ LC ഡിസ്പ്ലേ ഘടിപ്പിക്കുന്നതുകൊണ്ട് ആ ഡിസ്പ്ലേയിലേക്കുള്ള ഡാറ്റ കൂടി IC അയക്കണം. ഇവിടെ എന്താണോ സംഭവിക്കുന്നത്, നമുക്ക് കിട്ടുന്ന ADC ഇൻപുട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന ബൈനറി സംഖ്യ എനിക്ക് കാണാൻ വേണ്ടി, നമുക്ക് ICക്കകത്ത് കാണാൻ കഴിയില്ലല്ലോ, പുറത്ത് കാണാൻ വേണ്ടി ഞാനൊരു LCD, ഒരു 2 lines × 16 character LCD ഘടിപ്പിക്കാൻ പോകുന്നു പ്രോജക്റ്റിൽ. അപ്പോൾ എനിക്ക് അതിലെഴുതി കാണണം. അപ്പോൾ അതിനു വേണ്ടിയാണ് അതിൻ്റെ ഒരു ഫയൽ കൂടി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. ദെൻ അൺസൈൻ ഇൻ 16K എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഈ സംഖ്യകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗം, അല്ലെങ്കിൽ ഒരു കപ്പ് എന്ന് വിചാരിക്കാം. അതാണ് ഇൻറ്റിജർ K. അതിന് K എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. 16 ബിറ്റ് കൊള്ളാവുന്ന ഒരു K. ഇനിയിപ്പോൾ ബാക്കി നമ്മളെവിടെയെങ്കിലും എഴുതുന്ന സമയത്ത് K എന്ന് മാത്രമേ ഉപയോഗിക്കൂ. ഇവിടെ നമ്മളത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഏഴാമത്താണ് വോയിഡ് മെയിൻ. ഇവിടെ വെച്ചാണ് നമ്മൾ ഫംഗ്ഷൻ തുടങ്ങുന്നത്. വോയിഡ് മെയിൻ.
പിന്നെ ഓപ്പൺ ബ്രേസ് അതുപോലെ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. 8ാമത്തെ വരി LCD init മീൻസ് നമ്മൾ കൊടുത്തിരിക്കുന്ന LCD ഇനീഷ്യലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്ന് ഉണർത്തി വിടണം, അപ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നത്. ദെൻ 9ാമത്തെ സെറ്റപ്പ് ADC ക്ലോക്ക് ഡിവൈഡഡ് ബൈ 32. ഇതൊക്കെ നിങ്ങൾ അതുപോലെ എഴുതിയാൽ മതി, കാരണം കുറച്ച് ഡീപ്പായിട്ട് പറയേണ്ടതുകൊണ്ട് ഇതെന്തായാലും നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. സെറ്റപ്പ് ADC അതിലൊരു അക്ഷരം അണ്ടർസ്കോർ ഒന്ന് വിട്ടുപോകാതെ എഴുതുക. 10ാമത്തെ T2 TOSC അതുവരെ നിങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. 11ാമത്തെ സെറ്റപ്പ് _ADC പോർട്സ് AN0. ഇതിൽ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ചാനൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ AN0 ആ പിന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സെറ്റപ്പ് ADC പോർട്സ് AN0 എന്ന് എഴുതുമ്പോൾ ഞാൻ AN0 എന്ന പിന്നാണ് ഉപയോഗിക്കുന്നത് എന്നതിന് മനസ്സിലായി. അപ്പം അതിൻ്റെ ചാനൽ കൂടി വ്യക്തമാക്കണം. അതിനടുത്ത വരിയിൽ 12ാമത്തെ വരിയിൽ സെറ്റ് _ADC ചാനൽ 0. അപ്പം അത്രയും കാര്യം അതിന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ അതിവേഗതയിൽ നടക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ഡിലേ കൊടുത്തേക്കാം. ഡിലേ MS 100 MS എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൻ്റെ ഒരു 10ൽ1 അംശം, ഒരു ചെറിയ ഡിലേ MS 100. ദെൻ LCD ഗോ ടു XY31 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ LCDയിൽ 2 ലൈനും ഓരോ ലൈനിലും 16 ക്യാരക്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ ആ ക്യാരക്ടറിൽ എത്രാമത്തെ വരിയിൽ വേണമെന്നും, ഇപ്പോൾ നമുക്കത് 3ാമത്തെ അക്ഷരം മുതൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 5ാമത്തെ അക്ഷരം മുതൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൊത്തം ഉപയോഗിക്കാം, എങ്ങനെ വേണമെന്നൊക്കെ നമുക്ക് ഓരോന്നും വ്യക്തമായി മാറി മാറി എഴുതാൻ കഴിയും. അത് LCDയെക്കുറിച്ച് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിശദമായി പഠിക്കാം. നമ്മളിവിടെ ഇതുപോലെ എഴുതിയാൽ നിങ്ങൾ വർക്ക് ചെയ്യും. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ദെൻ അടുത്ത 15ാമത്തെ വരി LCD പുട്സ് ADC റീഡിംഗ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡബിൾ കോട്ടിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ADC റീഡിംഗ് എന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും അവിടെ വരുന്നത്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ആ ആദ്യത്തെ വരിയിൽ ADC റീഡിംഗ് എന്ന് എഴുതി വരും. അതിൻ്റെ താഴെ 2ാമത്തെ വരിയിലായിരിക്കും എത്രയാണ് സംഖ്യ കൊടുക്കുന്നത്, അത് ഇന്റേണൽ ആയിട്ടാണ് വരുന്നത്. അതാണ് നമുക്ക് കാണാൻ കഴിയാത്തത്. ഇപ്പോൾ ADC റീഡിങ്ങിന് പകരം എൻ്റെ പേരാണോ എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരാണോ അവിടെ എഴുതുന്നെങ്കിൽ പേര് അവിടെ വരും. ഇപ്പം നമ്മൾ ADC റീഡിംഗ് ആണ് കാണാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അവിടെ ADC റീഡിംഗ് എഴുതിയെന്നുള്ളൂ. അത് അതുപോലെ അവിടെ വരും, ഡിസ്പ്ലേയിൽ വരും. ദെൻ വൈൽ 1 ലൂപ്പിലേക്ക് കിടക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞ കെയിലേക്കാണ് നമ്മൾ അവിടെ ADC എന്ന് വരുന്ന ബിറ്റ് റീഡ് ചെയ്തിട്ട് എൻ്റെ സംഖ്യ കിട്ടേണ്ടത്. അതുകൊണ്ട് K = read _ADC. നിങ്ങൾ ADCയിൽ കിട്ടുന്ന വോൾട്ടേജിനെ റീഡ് ചെയ്തതിനു ശേഷം K എന്ന ഇൻറ്റിജറിൽ എത്തിക്കുക. അതാണ് അതിൻ്റെ മീനിങ്. ഇനി നമുക്ക് K ഡിസ്പ്ലേ ചെയ്താൽ മതി. 18ാമത്തെ വരി പറഞ്ഞിരിക്കുന്നു LCD ഗോ ടു XY7Y printf. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. printf മീൻസ് സീൻ്റെ ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് കിട്ടിയ സംഖ്യേനെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന കമാൻഡ്. LCD ഡിസ്പ്ലേയിലാണെങ്കിൽ അങ്ങനെ, പ്രിന്ററിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔട്ട്പുട്ടിലാണെങ്കിൽ അങ്ങനെ. printf എന്നാണ് നമ്മൾ ഔട്ട്പുട്ട് അതിനെ പുറത്തേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് printf. അത് കോമൺ ആണ്. പിന്നെ അതിനെ എങ്ങനെയൊക്കെ വരണം, അക്കം വേണോ അക്ഷരം വേണോ, അതിൻ്റെയൊക്കെ ഒരു കോഡുകളാണ് LCD പുട്സ് %4 എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നിങ്ങൾ കുറച്ച് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ ഇതുപോലെ അങ്ങ് നോക്കി എഴുതിയാൽ മതി. K എന്ന് വെച്ചാൽ ഇനി ആ Kയുള്ള സംഖ്യ അവിടെ പ്രിന്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ എഴുതിക്കൊണ്ട് അത് പ്രിന്റ് ചെയ്യും. എവിടെ പ്രിന്റ് ചെയ്യും? നമ്മളെ ഡിസ്പ്ലേക്കകത്ത് പ്രിന്റ് ചെയ്യും. പിന്നെ ഡിലേ ഒരു 10 millisecond കഴിഞ്ഞു. പിന്നെ ക്ലോസിംഗ് ബ്രേസ്. ഇനി ഇത് എന്ത് ചെയ്യണം? ഇത് നേരെ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, ഇതിൻ്റെ ഹെക്സ് ആക്കി മാറ്റും. അത് നമുക്ക് നോക്കാം, ഹെക്സ് ആവുന്ന രീതി കണ്ടുപിടിക്കാം. അതിനുശേഷം ആ ഹെക്സ് എടുത്തിട്ട് പ്രോട്യൂസ് എന്ന സിമുലേറ്ററിൽ കൊണ്ടുവച്ച് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് കൊടുത്ത് വാരി ചെയ്ത് നോക്കാം. ആ സമയത്ത് അതിൻ്റെ സംഖ്യ അവിടെ കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കമ്പൈലർ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇതിൽ ക്ലാരിറ്റി കുറവായിരിക്കും, അതുകൊണ്ടാണ് ആദ്യമേ ഒരു പേപ്പറിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞത്. കമ്പൈൽ എന്ന ബട്ടൺ, അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കമ്പൈലാവും. സ്ക്രീനിൻ്റെ മധ്യഭാഗത്തായി നമുക്ക് റോം എത്രയാണ് അതിൻ്റെ പ്രോഗ്രസീവ് ഇൻഡിക്കേഷൻ കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇടവശത്ത് താഴെയായിട്ട് ബിൽഡിംഗ് സക്സസ്ഫുൾ എന്ന് വരും. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോൾഡറിലാണോ ഇത് വെച്ചിരിക്കുന്നത് അവിടെ ഇതിൻ്റെ ഹെക്സ് ഫയൽ കിട്ടും. ഒന്നിൽ കൂടുതൽ ഫയലുകൾ അവിടെ വരും, പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഹെക്സ് ഫയൽ മാത്രം തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഹെക്സ് ഫയൽ ഇത് കമ്പൈൽ ആയി കഴിഞ്ഞു. അവിടെ ഹെക്സ് ഫയൽ എത്തിയൊന്ന് പരിശോധിക്കാം. പ്രോട്യൂസ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇതിനകത്ത് മിക്കവാറും കമ്പോണൻസ് ഒക്കെ എടുത്ത് പേസ്റ്റ് ചെയ്തു. എങ്കിലും നിങ്ങൾക്ക് 1-2 കമ്പോണൻറ്റുകൾ ഇതെങ്ങനെയാണ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. LC ഡിസ്പ്ലേ വലതുവശത്തായിട്ടിരിക്കുന്നു. ഇതുപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതാണോ കമ്പോണൻറ്റ്, ഇപ്പോൾ LCD ആണ്, അവിടെ LCD എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് LCDs വരും. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ സെലക്ട് ചെയ്ത് ഓക്കെ അടിക്കുന്നു. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്താൽ ഇതുപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞു, വർക്ക് ടേബിളിൽ എത്തിക്കഴിഞ്ഞു. ഇനി ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കിതിവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം.
നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 2 ലൈൻസ് LCD. ഇതാണ് 877 IC. ഈ വയർ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഇത് ഡിലീറ്റ് ചെയ്യുന്നു. വീണ്ടും ഇത് അത്ര സിമ്പിളാണ്. ജസ്റ്റ് A0 ഒന്ന് ഡ്രാഗ് ചെയ്തു. ആ വോളിയം കൺട്രോൾ, നമ്മളവിടെ വോൾട്ടേജ് വാരി ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന വോളിയം കൺട്രോളിന് കൊടുത്തിരിക്കുന്നു. കൺട്രോളിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് 5 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു 1K. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്തു. ICയുടെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഹെക്സ് ഫയൽ കാണിക്കാൻ വേണ്ടി പറയുമ്പോൾ ഏത് ഫോൾഡറിലാണോ അവിടെ ചെന്നതിന് ശേഷം ഓപ്പൺ ചെയ്ത് ഹെക്സ് അവിടെ കാണാം. ആ ഹെക്സ് എടുത്ത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് താഴെ നമ്മളൊരു പ്ലേ ബട്ടൺ അമർത്താനേ ഉള്ളൂ. പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് ഉണ്ടോ എന്ന് കാണാൻ കഴിയും. പിന്നെ ഇടതുവശത്തുള്ള ആ വോളിയം കൺട്രോളിലാണ്, ഇതിനകത്താണ് നമുക്ക് വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും അപ്പോൾ വേരിയേഷൻ വരുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി. അപ്പോൾ LCD ഡിസ്പ്ലേയിൽ കാണാം. ഇതിൻ്റെ കണക്ഷനൊക്കെ RB0 മുതൽ RB1 വരെ എഴുതിയെടുത്ത് നിങ്ങൾക്ക് ഹാർഡ്വെയർ ചെയ്യുമ്പോൾ അതുപോലെ കൊടുത്താൽ മതി. പ്ലേ ബട്ടൺ ഓൺ ആയി കഴിഞ്ഞു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ADC റീഡിംഗ് എന്ന് വന്നു. താഴെ 1023 അങ്ങനെ വരാൻ കാരണം ഇപ്പോൾ ഫുൾ വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത്. 5 വോൾട്ട് ഡയറക്റ്റ് പിൻ നമ്പർ 2ലേക്ക് പോകുന്നു. ഇനി ഈ 2 ബട്ടണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂട്ടിയും കുറച്ചും നോക്കാം. ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ കണ്ടിന്യൂസ് കുറയും, അല്ലെങ്കിൽ ഓരോ ക്ലിക്ക് പ്രകാരം 1 by 1 ആയിട്ട് കുറയ്ക്കാൻ അങ്ങനെയും സാധിക്കും. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 50% അവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ അതിനനുസരിച്ച് റീഡിംഗ് അവിടെ മാറുന്നു. 573 സംഖ്യ നടുക്ക് നിർത്തിയുണ്ട്. ഇനി വീണ്ടും അത് കംപ്ലീറ്റ് കുറച്ച് വന്നു കഴിഞ്ഞാൽ 0 വരെ എത്തുന്നതായിരിക്കും. ഏറ്റവും കൂടിയത് 1023. ഞാൻ പറഞ്ഞല്ലോ 10 ബിറ്റ് എടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇത്രയാണ് പ്രോട്ടീസ് എന്ന സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.